ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഉന്നം വെച്ച് റിമാൻഡിലായ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ. ദേവസ്വം ബോർഡിന് തെറ്റ് സംഭവിച്ചാൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകും? സ്വർണ്ണ കവർച്ചയിൽ കൂട്ടുത്തരവാദിത്വമുണ്ടെന്ന വാദമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MS വീണ ചേരും. വീണ, എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വമുണ്ട്, താൻ മാത്രം എങ്ങനെ ഈ കേസിൽ പ്രതിയാകും എന്നാണ്. മറ്റു ചിലരിലേക്ക് കൂടി കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണോ? അങ്ങനെ തന്നെയാണ് രോഹിണി മനസ്സിലാക്കേണ്ടത്. കാരണം ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോലും ബോർഡ് അംഗങ്ങളിൽ മാത്രമാണ് ഈ ഒരു അന്വേഷണം നിലനിൽക്കുന്നത്. പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുമ്പോൾ പോലും പത്മകുമാർ പലതരത്തിൽ ഉന്നതരുടെ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിൽ പ്രധാനമായി പറയുന്നത് കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ചാണ്. ആ കൂട്ടുത്തരവാദിത്വമായി തന്നെയാണ് ജാമ്യാപേക്ഷയിലും വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധമുണ്ട്. അതിനാൽ തന്നെ താൻ മാത്രമായി ഇത്തരത്തിലുള്ളൊരു നിലപാടുകളൊന്നും എടുത്തിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡിലെ അന്നത്തെ ഉദ്യോഗസ്ഥരും മറ്റും ഇതിൽ പ്രതിയായിട്ടുണ്ടെങ്കിലും അവർ അടക്കം അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്നവരുണ്ട്. അതായത് N വാസു, ഒപ്പം തന്നെ മുരാരി ബാബു, സുധീഷ് കുമാർ തുടങ്ങിയ അംഗങ്ങളൊക്കെ. ഇവർ മാത്രമല്ല, മറ്റ് ബോർഡ് അംഗങ്ങൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട്, കൂട്ടുത്തരവാദിത്വമുണ്ട് എന്ന് കൂടി പത്മകുമാർ പറയുകയാണ്. കാരണം ആ ഒരു ബോർഡ് അംഗങ്ങളെ കൂടി ഉന്നം വെച്ചുകൊണ്ടുള്ള വാദങ്ങൾ തന്നെയാണ് ഒരു ജാമ്യാപേക്ഷയിൽ പറയുന്നത്. തനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം ഇത്തരത്തിൽ എടുക്കാൻ കഴിയില്ലെന്ന് കൂടി പത്മകുമാർ പറയുന്നു. യോഗം ചേർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നാണ് പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ പറയുന്ന ബോർഡ് അംഗങ്ങളിൽ SIT സംഘം ആ ബോർഡ് അംഗങ്ങളെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് അന്ന് യോഗങ്ങളിലെടുത്ത തീരുമാനം, അവരുടെ പങ്ക്, അതുമാത്രമല്ല ഇതിനെക്കുറിച്ച് സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളും മറ്റ് ബോർഡ് അംഗങ്ങളോട് ഉയർത്തിയിരുന്നു. അതിൽ 2 ബോർഡ് അംഗങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഒന്ന് KP ശങ്കർദാസിനെയും N വിജയകുമാറിനെയുമായിരുന്നു. ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ 2 പേരെയും, ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് പത്മകുമാർ ഇത്തരത്തിൽ ജാമ്യാപേക്ഷയിൽ വാദം ഉയർത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി അവരിലേക്കും അറസ്റ്റ് നീളും. കൂടുതൽ പങ്കാളിയിലേക്ക്, അതായത് സ്വർണ്ണ കവർച്ചാ കേസിലെ മറ്റ് കൂട്ടുത്തരവാദിത്വങ്ങളിലേക്ക്, കൂട്ടുപ്രതികളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പത്മകുമാർ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും അതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ പത്മകുമാർ മറ്റ് പ്രതികളെക്കുറിച്ചുള്ള, മറ്റു കൂട്ടാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പറയുകയാണ്. കഴിഞ്ഞ ദിവസമടക്കം നമ്മൾ കരുതിയിരുന്നത് ദേവസ്വം ബോർഡ് മുൻ മന്ത്രിയിലടക്കം ഈ ഒരു അന്വേഷണം ചെന്നെത്തേണ്ട സാഹചര്യമുണ്ട്. കാരണം ബോർഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ കൃത്യമായും ബോർഡിലെ മുൻ മന്ത്രിയെ അടക്കം, അതായത് അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ഈ വിവരം അറിയിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ ബാധ്യതയും ബോർഡിലെ അംഗങ്ങൾക്കുണ്ട്, പ്രസിഡന്റിനടക്കമുണ്ട്. ഇത്തരത്തിൽ കൂട്ടുത്തരവാദിത്വം പറയുമ്പോൾ പത്മകുമാർ പറയുന്നത് ബോർഡിലെ അംഗങ്ങളെ മാത്രമാണ്. എന്തുകൊണ്ട് ദേവസ്വം ബോർഡിലെ മറ്റ് മന്ത്രിയെ അടക്കം വിവരം അറിയിച്ചിരുന്നില്ലേ എന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മറുപടിയില്ല. കടകംപള്ളിയിലേക്ക് അടക്കം അന്വേഷണം എത്തുന്നതുമില്ല. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ, അവരുടെ ഭരണസമിതി മാത്രമാണ് തീരുമാനമെടുക്കുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ബോർഡിന്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് അറിയിക്കുകയും അതുമായി സംബന്ധിച്ച റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പത്മകുമാർ പറയുന്നില്ലെങ്കിൽ പോലും കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മുൻ ദേവസ്വം മന്ത്രിയിലേക്കും എത്തുമെന്നാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. ജാമ്യാപേക്ഷയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ നിരത്തുന്നത്. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ വിശദമായ മൊഴിയെടുത്തപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പത്മകുമാർ ആവർത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും നാളെ കൊല്ലം വിജിലൻസ് കോടതിയാണ് രോഹിണി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ശരി, MS വീണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.